കുറേ അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ചെറുകൾ അതിനൊക്കെ എടുക്കും. ചെറുതല്ലേ എഴുതെല്ലാം അറിഞ്ഞു കളറ് കിട്ടത്തില്ല. നമസ്കാരം, ഞാൻ ആയുഷ്. ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അല്പം മത്സ്യം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. മത്സ്യം വാങ്ങാൻ ഞാൻ മാർക്കറ്റിലല്ല പോകുന്നത്, എൻ്റെ ഫ്രണ്ട് നടത്തുന്നൊരു ഫാമിലാണ്. ഫാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിനടുത്ത് തന്നെയുള്ളൊരു കണ്ടത്തിലായിട്ടാണ് പുള്ളി കൃഷി ചെയ്യുന്നത്. മെയിനായിട്ട് അവിടെ തിലോപ്പിയാണ് കൃഷി ചെയ്യുന്നത്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മത്സ്യങ്ങൾ അവർ ജീവനോടുകൂടി പിടിച്ചു നൽകുകയാണ്. അപ്പോൾ ആ കുളത്തിലെ കാഴ്ചകളും അവിടെ എങ്ങനെയാണ് മത്സ്യങ്ങളെ പിടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ അതുകൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേരിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, അതും കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. ഞാനിവിടെ എത്തിയപ്പോൾ അല്പം ലേറ്റായിപ്പോയി. രാവിലെ 7 മണി തൊട്ട് തന്നെ ഇവർ മീൻ പിടിച്ച് കൊടുക്കാൻ തുടങ്ങിയതാണ്. ആളുകൾ രാവിലെ തൊട്ട് തന്നെ വന്നിട്ട് മത്സ്യം വാങ്ങിക്കൊണ്ട് പോകാൻ തുടങ്ങി. ഇവിടെ പ്രധാനമായിട്ട് 2 കുളമാണുള്ളത്. ഒന്നിനകത്ത് തിലോപ്പിയയും മറ്റേതിലാണെങ്കിൽ മുഷിയുമാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ പിടിച്ചു കൊടുക്കുന്നത് തിലോപ്പിയാണ് വിളവായത്. തിലോപ്പിയയുടെ കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് വിളവാകുന്നതാണ്. ഇവർ പ്രധാനമായിട്ട് പെല്ലറ്റാണ് ഇതിന് ഫുഡായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം നല്ല വലിപ്പം വന്നിട്ടുണ്ട്. ശരാശരി ഒരു മത്സ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 350 ഗ്രാമോളം തൂക്കമുണ്ട്. പിന്നെ ചിലതൊക്കെ ആണെങ്കിൽ 1/2 കിലോ അങ്ങനെ നല്ല സൈസും വന്നിട്ടുണ്ട്. ചിലതൊക്കെ അതിലും താഴെയാണ് സൈസ് വന്നേക്കുന്നത്. എങ്കിലൊരു 4 മീനൊക്കെ ഉണ്ടെങ്കിൽ 1 കിലോ ആകുന്ന ആ ഒരു വലിപ്പമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇത് നിസ്സാരം തോന്നും, പക്ഷേ ഇത് ഈ കുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ചെളിയാണ്. ഈ ചെളിക്കകത്തൂടെ കാല് വലിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമല്ല. അത് തന്നെയല്ല, ഈ തിലോപ്പിയ മത്സ്യം താഴെ ചെളിയോട് ചേർന്നിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വല ഒരുപാട് താഴോട്ട് കൊണ്ടുപോയിട്ടാണ് കോരി എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല വെയിലുമുണ്ട്. ഈ വെയിലത്ത് കിടന്നിട്ട് ഈ മീൻ ഇങ്ങനെ വാരിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല ഇത്. അത് തന്നെയല്ല, ഇവർ ആളുകൾ വരുന്നതിനനുസരിച്ചാണ് മീനെ പിടിക്കുന്നത്. കാരണം ഈ ജീവനോടെ കൊടുക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം അത്യാവശ്യം വെയിലായി തുടങ്ങി. ആ സമയത്ത് ഇവർ ശരിക്കും റെസ്റ്റ് ഇല്ലാതുള്ള ജോലിയാണ്. കാരണം ഈ ഫ്രഷ് മത്സ്യം ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വാങ്ങാൻ വേണ്ടി എത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മത്സ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഫോർമാലിനൊക്കെ ഇട്ട് ഒരുപാട് കെമിക്കൽസൊക്കെ ഇട്ട് വരുന്നതാണ്. അതൊക്കെ നമ്മുടെ വയറ് ചീത്തയാവും. അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്, സേഫാണ്. പിന്നെ ഇത് ജീവനോടുകൂടി പിടിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡാണ്. ഈ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരെല്ലാം ഇവിടെ എത്തുന്നുണ്ട്. അതേപോലെ ഇതിനടുത്തുള്ള പ്രക്കാനം, അതേപോലെ അവിടെ നിന്നെല്ലാം എലന്തൂര്, അവിടെ നിന്നെല്ലാം ആളുകൾ ഇവിടെ മത്സ്യം വാങ്ങാൻ എത്തുന്നുണ്ട്. ആഴ്ച 2 ദിവസം വീതം ഇവർ മത്സ്യത്തെ പിടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. എത്രയുള്ളൂ? അല്ല, ഇതിനകത്ത് അങ്ങനെ മേലെ ഇതുള്ളതുകൊണ്ട് അടിച്ചു മാറ്റണം. ഈശ്വരാണ് മായം. അല്ലാതെ കോരിയ കുറച്ചിടത്ത് ഇങ്ങനെ വിട്ട് മാറ്റിയിട്ട്
പനിവേലിക്കറയുള്ള അത് 2 കിലോ വേണ്ടുള്ളൂ. ഇത് ശരാശരി സൈസ് 350 ഒക്കെ ഉള്ളൂ. 350. പന്നിവേലിച്ചറ അവര് വളർത്തുന്നില്ലേ ഇല്ലയോ? ഗവൺമെന്റ് മറ്റേ ഒരു ചെറിയ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു വളർത്തുന്നേ. അവിടെയൊക്കെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്താണ്. ഇത് കാണാം. അവിടെ ഭയങ്കര മീന അവിടെ ഒത്തിരി പക്ഷേ ഇറങ്ങിപ്പോയി വെള്ളം വന്നപ്പോ. ശരി ഉണ്ട് ശരി. കാരി നമുക്ക് ചേരാതാണ് പോകുന്നത്. വെള്ളം വെച്ചിട്ട് കൈ വെച്ചാണ്. ഡയന തിന്നല്ലേ? തിലോപ്പിയ ഒന്നല്ലയോ? രണ്ടല്ലേ? ഒന്ന് അടുത്തത് 2 ഒന്ന് സ്വന്തം 2 കൂടി ഒന്ന് കൂടുതലുണ്ട്. അത് ആയിരത്തിന് കൊടുത്തേ 1,250 സെറ്റ് വെച്ച് അതിൻ്റെ അവസാനം ഈ തിലാപ്പിയ മാത്രമേ ഇട്ടുള്ളായിരുന്നു. കാരി അതിനകത്ത് കാരി 5000 കുറച്ച് എണ്ണം ഇതിനകത്ത് ഇന്ന് ചാടിയിട്ടുണ്ട്. ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇതിനകത്തിലെ കുറേ എണ്ണം അതിനകത്തിനും പോയി. അങ്ങനെ കറക്റ്റ് തമ്മിൽ ഇതുണ്ടോ? പോകാൻ ഗ്യാപ്പുണ്ടായിരുന്നു? തമ്മിൽ പോകാൻ ഇതുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഇത് വെച്ചിട്ടുണ്ട് തൂമ്പ്. അറിയാം ഇവരെ ഒരുപാട് ആളുകൾ ഇപ്പം കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മത്സ്യം വാങ്ങുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഇവരുടെ ജോലി ഇപ്പോഴൊന്നും തീരുന്ന ലക്ഷണമില്ല. പക്ഷേ ഇവിടെ ഇപ്പം നല്ല വെയിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അധിക സമയം നിൽക്കുന്നില്ല. അത് തന്നെയല്ല, ഇതിപ്പം വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വേണം ഇന്ന് ഉച്ചക്കത്തേക്ക് എടുക്കാനാണ്. താമസിച്ച് കഴിഞ്ഞാൽ വീട്ടിലെ മമ്മിയും പെങ്ങന്മാരും എന്നെ കണ്ടംപടി ഓടിക്കും. അതുകൊണ്ട് എനിക്കുള്ള മത്സ്യം കിട്ടി. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട്